ഈ 2025 കഴിയാറായി. അപ്പോഴാണ് കഴിഞ്ഞുപോയ ഒക്ടോബറിലെ ശാസ്ത്രോത്സവത്തിന്റെ കഥയുമായി എത്തുന്നത്. സാരയില്ല, വൈകി വരുന്ന വസന്തത്തിന് എപ്പോഴും കുറച്ച് ഭംഗിയാണ് അത്രേ. ബി.എഡ് വിദ്യാർത്ഥിയായിരിക്കെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണിത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സ്പെഷ്യലാണ്. കാലം കടന്നു പോകുമ്പോൾ ഈ ഓർമ്മകളൊക്കെ എന്തായാലും ചുണ്ടുകളിൽ ചിരി പടർത്തുക തന്നെ ചെയ്യും. വാ, അപ്പൊ നമുക്ക് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കേൾക്കാം. എനിക്കാണെങ്കിൽ ഡ്യൂട്ടിക്ക് കിട്ടിയത് ഇലക്ട്രിക് വയറിങ്, ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. ഞാൻ മാത്രമല്ല, ഒരു ഹെഡ് മിസ്സസും കൂടി ഉണ്ടായിരുന്നു, ടീച്ചറും കൂടി ഉണ്ടായിരുന്നു, ഉഷ ടീച്ചർ. അങ്ങനെ വലിയ ഭാരിച്ച പണികളൊന്നും ഇല്ലായിരുന്നു. കുട്ടികളുടെ പേരും ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്യുക, അവരെ കൊണ്ട് സൈൻ ചെയ്യിക്കുക, ചെസ് നമ്പർ കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. അതിനുശേഷം കുട്ടികൾ അവരുടെ വർക്കിലേക്ക് കൂടുതലും മുഴുകുമ്പോൾ നമ്മൾ എന്തായാലും പോസ്റ്റ് ആവുമല്ലേ. എനിക്ക് ഞാൻ പോസ്റ്റായി തിരിഞ്ഞ് നോക്കുമ്പം എൻ്റെ ഫ്രണ്ട്സ് അടുത്ത റൂമിൽ അവരുടെ ഡ്യൂട്ടി. അപ്പോൾ പിന്നെ അവരുടെ കുട്ടികളുടെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ എൻജോയ് ചെയ്ത് വൈബ് പിടിച്ചങ്ങിരുന്നു. ഞാനും ഇതുപോലെ കുറെ വളയും മാലയും കമ്മലൊക്കെ ഉണ്ടാക്കാനുള്ള കോമ്പറ്റീഷനൊക്കെ പണ്ട് ചേർന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നല്ല നല്ല ഓർമ്മകളിലേക്ക് തിരികെ പോകാൻ വീണ്ടും സാധിച്ചു. ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്ന കുട്ടികളെ LP, UP, HS, VHS, HSS അങ്ങനെയുള്ള കുട്ടികളൊക്കെ ആയിരുന്നേ. എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു, വൈബായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ അവരുണ്ടാക്കിയ ഓരോ കാര്യങ്ങൾ കാണിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം മൊത്തം കളറായിരുന്നു. ശേഷം ഞങ്ങൾ പിന്നെ പോയി ഫുഡൊക്കെ കഴിച്ചു, ഫുൾ വൈബൊക്കെ ആയിട്ട് അങ്ങനെ ആ ദിവസം കടന്നുപോയി. അങ്ങനെ സെക്കൻഡ് ഡേ ആണ് അടിപൊളി, ഒന്നും പറയാനില്ല, വൈബാണ്. എൻ്റെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കിവിടെ മനസ്സിലാവുമല്ലോ. അപ്പം ഇതാണ് അമ്പാനും ജുവാനും. അമ്പാൻ എന്ന് പറഞ്ഞാൽ ആൽബിനാട്ടോ, അങ്ങനെ വിളിച്ചാൽ മതി ടീച്ചറെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ടീച്ചർ വലിയ രസമായിരുന്നു. അങ്ങനെ എൻ്റെ കൂടെ പിന്നെ ആഷ്മി ഉണ്ടായിരുന്നു ഡ്യൂട്ടിക്ക്. അതുപോലെ തന്നെ അപ്പുറത്ത് ക്രിസ്റ്റി ഉണ്ടായിരുന്നു, ഇപ്പുറത്ത് കാർത്തിക ഉണ്ടായിരുന്നു, ആദിത്യ ഉണ്ടായിരുന്നു, അതിനപ്പുറത്ത് ജോയൽ ഉണ്ടായിരുന്നു, അഞ്ജന ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം അടിപൊളിയായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആ തിരക്കൊക്കെ മാറ്റി വെച്ച് ഞാൻ അവരുടെ കൂടെ കാറൊക്കെ ഓടിക്കാനുള്ള മനസ്സുണ്ടായിരുന്നേ. അങ്ങനെ ശരിക്കും വൈബായിരുന്നു, അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരുപടി നല്ല നേരങ്ങളായിരുന്നു അതൊക്കെ. അങ്ങനെ എനിക്കിതേ സമ്മാനമൊക്കെ തന്നു, വേറൊന്നല്ല, ഒരു നല്ല ജിമ്മനെ തന്നിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇതുപോലെയൊക്കെ കിട്ടുന്നതും. ഇതുപോലെയൊക്കെ രസമാണ്. ബൈ ദ ബൈ, ഞാൻ പോകുന്നു.